പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഇന്നലെ ആദ്യ വെള്ളിയാഴ്ച ശുശ്രൂഷ വലിയൊരു അഭിഷേകവും ഒരു അനോയിൻറ്റിങ് കർത്താവ് ഇന്നലത്തെ ശുശ്രൂഷയിൽ നൽകിയതിനെ ഓർത്ത് നന്ദി പറയാം. ഹല്ലേലൂയ. പിന്നെ നോക്കിയാൽ നമ്മുടെ 15 നോമ്പ് നല്ല രീതിയിൽ ആരംഭിച്ചിട്ടുണ്ടല്ലോ അല്ലേ. ഇന്ന് ആദ്യ ശനിയാഴ്ചയാണ്. പരിശുദ്ധ അമ്മയുടെ ആദ്യ ശനിയാഴ്ചകൾ നമുക്കറിയാലോ. അമ്മയോട് ചേർന്ന് ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന നിയോഗങ്ങളിലെല്ലാം കർത്താവ് അത്ഭുതകരമായ വിധത്തിൽ ഇടപെടും. അതുകൊണ്ട് തന്നെ ഈ നോമ്പ് 15 നോമ്പ് ഏറ്റവും സ്വർഗത്തിന് പ്രീതികരമായ വിധത്തിൽ ഏതൊക്കെ മേഖലയിൽ എനിക്കൊരു അഡിക്ഷൻ ഉണ്ടോ, എനിക്ക് ഉപേക്ഷിക്കാൻ പറ്റാത്ത പ്രശ്നങ്ങളുണ്ടോ, അതെല്ലാം ആ ഒരു നിയോഗത്തിന് വേണ്ടിയായിരിക്കണം. ആ ഒരു താക്കദോഷങ്ങൾ ഉപേക്ഷിക്കാൻ വേണ്ടിയിട്ടായിരിക്കണം ഈ നോമ്പ് എടുക്കുന്നത്. പ്രൈസ് ദ ലോർഡ്. ഇന്നാണ് നമ്മൾ ധ്യാനിക്കുന്നത്. അത് ദാനിയേലിൻ്റെ പുസ്തകത്തിൽ 6:23. അവിടെ ദാനിയേലിനെ സിംഹക്കുഴിയിലിടുന്ന ഭാഗമാണ്. അതിനുശേഷം പറയാണ് അവനെ ശരിക്കും അവിടുന്ന് അവൻ്റെ സത്യസന്ധത മനസ്സിലാക്കിയിട്ട് പിന്നെ അവിടുന്ന് കയറ്റുന്നുണ്ട്. അതിൽ തുടർന്ന് വചനം പറയുന്നത് ഇങ്ങനെയാണ്: തൻ്റെ ദൈവത്തിൽ ആശ്രയിച്ചിരുന്നത് കൊണ്ട് അവനൊരു പോറൽ പോലും ഏറ്റതായി കണ്ടില്ല. അതായത് സിംഹക്കുഴിയിലേക്ക് ഇട്ടു, സിംഹങ്ങൾ അവൻ്റെ അടുത്തേക്ക് വന്നെങ്കിൽ അവൻ തൊട്ടില്ല അല്ലേ. അതായത് അവൻ ദൈവമേ എന്നുള്ളൊരു വിചാരം. പ്രിയ സഹോദരങ്ങളെ, ഒരു പ്രശ്നത്തിൻ്റെ മുൻപിൽ ദൈവമേ, നമ്മളെ പ്രശ്നത്തിലേക്ക് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ വിശ്വാസവും നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. എന്നാൽ ആ പ്രശ്നത്തിനും പരിഹാരം കാണുന്ന ഒരു ദൈവം എൻ്റെ മുകളിലുണ്ട് എന്ന് ബോധ്യമുള്ളൊരു വ്യക്തി തീർച്ചയായിട്ടും പ്രശ്നങ്ങളെ ശരിക്കും അവൻ ഫേസ് ചെയ്യുന്ന, അവൻ ആ പ്രശ്നത്തെ കൺഫ്രണ്ട് ചെയ്യുന്ന വിധം വ്യത്യസ്തമാണ്. ഇന്ന് ചിലപ്പോഴെങ്കിലും ഭയങ്കരമായ രീതിയിൽ വർക്ക് പ്രഷർ, ഡിപ്രഷൻ ഇതൊക്കെ വരുന്നുണ്ടെങ്കിൽ ഈ പ്രശ്നത്തിന് പരിഹാരം കാണാൻ കഴിവുള്ള ഒരു ദൈവമുണ്ട് എന്ന് കുഞ്ഞുനാളിൽ പരിശീലിപ്പിക്കപ്പെടുന്നതിൽ നാം പരാജയപ്പെടുന്നുണ്ട്. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, ഇന്ന് വേറെ ഞാൻ ആരും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമൊന്നുമില്ലേ. നമുക്ക് ഈ വചനം ആവർത്തിച്ച് പറയാം. തൻ്റെ ദൈവത്തിൽ ആശ്രയിച്ചിരുന്നത് കൊണ്ട് അവന് ഒരു പോറൽ പോലും ഏറ്റതായി കണ്ടില്ല. ദൈവത്തിൽ ആശ്രയിച്ചു, അവന് ദൈവം ഒരു സ്വർഗീയമായ സംരക്ഷണം നൽകി. അത്തരത്തിലുള്ള ഒരു അഭിഷേകത്തിലേക്ക് സ്വർഗം നമ്മളെ വഴി നടത്തട്ടെ. രക്ഷിതാവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആശീർവദിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.